വർഷം ഞാൻ ഇവിടെ ഓഡിഷൻ ചെയ്യണം. തനിക്കൊന്ന് പൊക്കൂടെ? പോയടോ, ഒന്ന് പോയി ഓഡിഷൻ വന്നേക്കണേ. ദൈവമേ, ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ എന്തൊക്കെ അനുഭവിക്കണം. സത്യം പറഞ്ഞ ഈ ഓഡിഷൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ. ഞാനാണ് സൂപ്പർ സ്റ്റാർ, ഞാനാണ് സൂപ്പർ സ്റ്റാർ, ഞാനാണ് സൂപ്പർ സ്റ്റാർ, ഞാനാണ് സൂപ്പർ സ്റ്റാർ. ഗുഡ് മോർണിംഗ് മാഡം. ഇതെന്താ അങ്കണവാടിയാ? ഞാൻ താളത്തി വന്നാണ്. ആദ്യം ബോധത്തി ആരാണ്? ഞാൻ ആട് കണ്ടിട്ട് വന്നതാ. അയ്യോ, ഞങ്ങള് പോയിട്ട് ടിക്കറ്റ് ഇട്ടില്ലടോ, ഹൗസ്ഫുൾ ആയി പോയി. ഏത് പാപ്പൻ? പാപ്പൻ പാപ്പനാ? പരപര പാപ്പൻ, ഷാജി പാപ്പൻ. ഷാജി പാപ്പൻ നമ്മുടെ ജയശ്രീയുടെ ആട്. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പരസ്യം കണ്ടിട്ട് വന്നതാ. ഏത് പരസ്യം? എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം. അയ്യേ, അതല്ലെന്ന്. ഞാൻ നിങ്ങളുടെ ഓഡിഷന്റെ പരസ്യം കണ്ടിട്ട് വന്നാ പറഞ്ഞത്. ഓഡിഷന്റെ പരസ്യം ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നായിരിക്കും അല്ലേ? അത് മാത്രമല്ല, ഈ സിനിമയുടെ പേരാണ് എന്നെ നല്ല പേരാ കേട്ടോ. എല്ലാരും പറയും ഷജീർ വിഷ്ണുപ്രിയ നല്ല പേരാണെന്ന്. നല്ല പേരാന്നല്ല പറഞ്ഞത്, സിനിമയുടെ പേര് നല്ല പേരാന്നാ പറഞ്ഞത്. എങ്ങനെ നല്ല പേരാവാണ്ടിരിക്കും? ഞാൻ ഒരുപാട് തേടി കണ്ടുപിടിച്ച പേരല്ലേ. കൊള്ളാം കേട്ടോ, നല്ല പേര്. കെട്ടിപ്പിടിച്ച കഥ, കെട്ടിപ്പിടിച്ച കഥ, കൂട്ടിപ്പിടിച്ച കഥ, അടുക്കി പിടിച്ച കഥ. എന്തൊക്കെയാണ് പറയണ? തനിക്ക് വായിക്കറിയാമല്ലേ? കെട്ടിച്ചമച്ച കഥ. അതായിരുന്നു പേര്. ഇതിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൂടുതൽ അങ്ങനെ വിചാരിക്കല്ലേ. എന്താ തന്റെ പേര്? എന്റെ പേര് മണ്ണുണ്ണി. മണ്ണുണ്ണി എന്നൊക്കെ ആരെങ്കിലും പേരിടോ? അത് വേറൊന്നല്ല, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടത്തിന്റെ പേരാണ് മണ്ണ്, എന്റെ പേരാണ് ഉണ്ണി. അങ്ങനെ പടത്തിന്റെ പേരും എന്റെ പേരും കൂട്ടിച്ചേർത്ത മണ്ണുണ്ണി എന്ന് പേരിട്ടു. നല്ല പേര്, മണ്ണുണ്ണി. ഇതെപ്പോഴാ തുടങ്ങണത്? എടോ, കാസ്റ്റിംഗ് കഴിഞ്ഞ അപ്പൊ ഷൂട്ട് നടക്കും. കാസ്റ്റിംഗ് കഴിഞ്ഞില്ലെങ്കിൽ അപ്പൊ ഷൂട്ട് നടക്കാൻ പറ്റൂലേ? എന്തോന്ന്? അല്ല, ഷൂട്ട് നടക്കുന്നൊക്കെ. എടോ, ഷൂ വിട്ട് നടക്കണ കാര്യമല്ല, ഷൂട്ട് നടക്കണ കാര്യ പറഞ്ഞത്. പിന്നെ ഇവിടെ ഓഡിഷൻ മാത്രല്ല നടക്കണേ, ഇവിടെ അഭിനയ കളരിയും കൂടിയാ നടക്കണം. അഭിനയ കളരി. നിങ്ങൾ അഭിനയ കളരിയാണെങ്കിലേ ഞാൻ ഒറിജിനൽ കരാട്ടയാണ്. എന്താണോ അത്? ഞാനൊരു ഹുസ് വിട്ടതാ. എന്തെങ്കിലും വിടാനാണെങ്കിൽ അങ്ങോട്ട് മാറി. ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ കരാട്ടയിലെ ഹുസ് വിട്ടതാണെന്ന്. അയ്യോ എടോ, ഞാനൊരു കാര്യം പറഞ്ഞത് എനിക്കൊന്നും തോന്നരുത് കേട്ടാ. തന്നെ സിനിമക്ക് ആവശ്യമില്ലടോ. അങ്ങനെ പറയരുത്. സിനിമയ്ക്ക് എന്നെ ആവശ്യമെങ്കിലും സിനിമയെ എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നത്. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ താൻ? ഏത് നാടകം? കാണികൾ ഉറക്കത്തിലാണ്. അത് നന്നായി. ഉണർന്നിരുന്നെങ്കി ഇപ്പൊ ജീവനോടെ ഇവിടെ ഇരിക്കുമെന്ന് തോന്നണുണ്ടോ? അയ്യ, അങ്ങനല്ല, അങ്ങനെ പറയല്ലേ. എന്റെ അച്ഛനാണ് എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവന്നത്. എന്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, മോനെ, നീ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന്. സ്വന്തം തന്തക്ക് തല്ലിക്കൊല്ലാൻ പറ്റാത്തോണ്ട് നാട്ടുകാർക്ക് കൊട്ടേഷൻ കൊടുക്കണം. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അങ്ങനെ പറയല്ലേ, എനിക്ക് അഭിനയിക്കാൻ മേഡം ഒരു അവസരം താഴോ. തനിക്ക് ശരിക്കും പറഞ്ഞല്ലേ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടാ? സിനിമയില് അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടാ? അങ്ങനൊന്നും മേഡം പറയില്ല മേഡം. ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഷോർട്ട് ഫിലിം? മിണ്ടരുത്. അയ്യ, അതല്ല പറഞ്ഞത്. ഞാൻ ഷോർട്ട് ഫിലിമിന്റെ പേരാ പറഞ്ഞത്, മിണ്ടരുതെന്ന്. ആ ഷോർട്ട് ഫിലിമിന്റെ പേരായിരുന്നു മിണ്ടരുന്ന്. അപ്പൊ ഡയലോഗ് ഉണ്ടാവില്ലല്ലോ. ആര് പറഞ്ഞു? മുച്ചോട് ഡയലോഗ് ആയിരുന്നു. വന്നവനും പോയവനും നിന്നവനും ഡയലോഗ് ആയിരുന്നു. ഡയലോഗ്? ആ ഡയലോഗ് ഒന്നും പറയാൻ കൊള്ളൂല. ഒരു ക്ലൂ തരട്ടെ. തമിഴ്നാടൻ വിജയ് അഭിനയിച്ച ഒരു പടത്തിന്റെ പേരാ. തെറി മാത്രമല്ല, നല്ല അടി ഉണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞേ, എനിക്ക് അവസാനം സൈ കെട്ടിട്ട് ഞാൻ ഒരു ഇരുട്ട് മൂടി കയറി ഒളിച്ചിരുന്നു. ലൈറ്റ് ബോയ് വന്നിട്ടില്ല, എന്റെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചിട്ട് തെറി പറയാണ്. ചായ കൊണ്ടുവരാൻ വരുന്ന പയ്യൻ മുഖത്തേക്ക് ചായ ഒഴിച്ചിട്ട് തെറി പറഞ്ഞു. കോസ്റ്റ്യൂമർ മാത്രം ഒന്നും ചെയ്തില്ല. അതെന്താണ്? ഒടുതുണി ഇല്ലാണ്ട് ഷഡ്ഡിപ്പുറത്ത് നിർത്തിക്കരുത്. അയാള് പറയണേ, നിന്നെ തല്ലിയിട്ട് കാര്യമില്ല, ഇനി തല്ലി എനിക്ക് ചത്തു പോകുന്നു പറഞ്ഞു. എന്നിട്ട് ഷഡ്ഡിയുടെ ലാസ്റ്റ് ഇങ്ങനെ പിടിച്ചു പൊളിച്ച് ഒറ്റ ഇതിലും ഭേദം തന്നെ കൊല്ലണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, സംവിധാനം വേണ്ട, അഭിനയത്തിലേക്ക് കടക്കാൻ ഞാൻ വിചാരിച്ചു. അഭിനയത്തിലേക്കാ? അങ്ങനെ ഞാൻ അഭിനയത്തിലേക്ക് വന്നു. ഉഗ്രനൊരു സിനിമയില് ഉഗ്രനൊരു കഥാപാത്രം. എന്തായിരുന്നു കഥാപാത്രം? ആ സിനിമയിൽ ഞാൻ അർദ്ധനഗ്നനായിരുന്നു. ആ ഡയറക്ടർ ഉണ്ടല്ല, എന്റെ ദേഹത്ത് മൊത്തം കൊറേ പുല്ലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ടില്ല, കൊറേ വില്ലന്മാരുടെ രണ്ട് കൈയും കൂട്ടിയിട്ട് നേരെ കൊണ്ടേ കാട്ടി കൊണ്ട് കളയാണ്. കാട്ടില് കിട്ടില്ല, ഫ്രെയിം ആയിരിക്കുമല്ലോ. ഇപ്പൊ അവിടെയാണ് പൊളിഞ്ഞത്. പിന്നെ ഷൂട്ട് ചെയ്തത് ഹെലിക്യാം ഷൂട്ടാ. അവിടെ വന്നപ്പോ എന്താ സംഭവം അറിയാമോ? ദേഹത്ത് മൊത്തം പുല്ലാണല്ലോ, എവിടെ നിന്നൊന്നും അറിയാൻ പാടില്ല. കൊറേ ചെമ്മരിയാട് വന്നിട്ട് മൊത്തം പുല്ല്. അല്ല, ഈ പുല്ലിന്റെ പേരെന്തായിരുന്നു? കറുകപ്പുല്ല്. അതല്ലേ ഈ സിനിമയുടെ പേരെന്തായിരുന്നു? പടത്തിന്റെ പേര് തുണയില്ലാത്തവനായിരുന്നു. എന്റെ നിപ്പ് കണ്ടവർ തുണിയില്ലാത്തവൻ ഇട്ടു. എന്റെ അയ്യെന്ന് ആട് ജീവിതത്തിലെ പൃഥ്വിരാജ് നേക്കലായിട്ട് നിന്നു. മഴത്തുള്ളി കലക്കത്തിൽ സെലിം കുമാർ നേക്കലായിട്ട് നിന്നു. എല്ലാ നടന്മാരും നേക്കലായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഉള്ള പടാടോ? അവരൊക്കെ അഭിനയിച്ചപ്പോ UA, ഞാൻ അഭിനയിച്ചപ്പോ IA. എന്നിട്ട് മനസ്സിലായില്ലേ? തന്നെ സിനിമക്ക് ആവശ്യമില്ല. മേഡം,
ആ വക വർത്താനം എന്റെ അടുത്ത് മേഡം പറയരുത്. മേഡം എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം തരും മേഡം. എനിക്ക് ഈ എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ബിഗ് ബഡ്ജറ്റ് പടമാണ്. ഇതിനകത്ത് കുട്ടിയിലെ ശ്രീവിദ്യക്കാണ് മെയിൻ ക്യാരക്ടർ ചെയ്യണത്. അപ്പൊ പടത്തിന്റെ പേരാണ് ബിഗ് ബഡ്ജറ്റ് എന്നല്ലേ? മാട്ടപ്പടം. അഭിനയിക്കാണെങ്കിൽ മാട്ടപ്പടം. താൻ എന്തറിഞ്ഞിട്ടാ പറയണത്? എന്റെ സിനിമയിലെ നായകനാണ് കുട്ടിയാക്കിലെ, നായികയാണ് ശ്രീവിദ്യ. ഈ നായികയുടെ അനിയത്തി വേഷം ചെയ്യണത് ആരാന്ന് അറിയാമോ? നമ്മുടെ ശ്വേത ചേച്ചി. എന്താണ് കാണിക്കണ? ഈ ശ്രീവിദ്യയുടെ അനിയത്തിയായിട്ട് ശ്വേത ചേച്ചി മാറ്റണം. ഞാൻ വിചാരിച്ചു പറയുമ്പോ ശ്വേത ചേച്ചി അമ്മ വേഷം എന്ന് പറഞ്ഞിരിക്കും. അതാണ് ഒരു ഡയറക്ടർ ബ്രില്യൻസ്. അപ്പൊ മേഡം അല്ല ഡയറക്ടർ അല്ലേ? ഡയറക്ടർ വില്യംസ് എന്നോ? എന്താണ് മേഡത്തിന്റെ ബ്രില്യൻസ്? എടോ, അമ്മ വേഷം ചെയ്യാൻ വേണ്ടി വന്നത് ഒരു ക്യാമിയോ റോളാണ്. അതാരാ ക്യാമിയോ റോള്? താൻ അങ്ങോട്ട് നോക്കിട്ട് പറ, ആരായിരിക്കും ക്യാമിയോ റോള്? ഈ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ ക്യാമിയോ റോള്? താനൊന്ന് ഗസ് ചെയ്യ്. പുലർച്ചെ വന്നോണ്ടേ പല്ല് വെച്ചിട്ടില്ല, ചെറിയ വീടിയുടെ നാറ്റമുണ്ട്. എന്ത് ഗസ് ചെയ്യാൻ പറഞ്ഞു. ഗസ് ചെയ്യാനാ പറഞ്ഞത്. ഒരു പിടുത്തം കിട്ടില്ല കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിഞ്ഞു അധികം പിടുത്തം കിട്ടണ്ട. ഇരിക്കണ എലീന പഠിക്കലാണ് നമ്മുടെ അമ്മ വേഷം ചെയ്യാൻ വേണ്ടി വരുന്നത്. എലീന പഠിക്കാൻ അമ്മ വേഷോ? ഈ എലീനെ ശ്രീവിദ്യ അനിയത്തിയാക്കണം, എന്നിട്ട് ശ്വേത ചേച്ചി അമ്മ വേഷമായിട്ട് കൊണ്ടുവരണം. എടാ, ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഈ അനിയത്തി വേഷം ചെയ്യണ കാര്യം പറയാൻ വേണ്ടി ഞാൻ എലീനയുടെ വീട്ടിൽ പോയി. പഠിക്കൽ അമ്മ ഇരിക്കണ്. എലീനയുടെ അമ്മ. അങ്ങനെയാണ് ഞാനും വിചാരിച്ച അടുത്ത് നോക്കിയപ്പോ മനസ്സിലായി എലീന പഠിക്കലാണ്ട്. മേക്കപ്പ് ഇല്ലാണ്ട് എലീന പണിക്കറിനെ കണ്ടിട്ടുണ്ടായി. എന്റെ അമ്മോ, എനിക്കൊരു സത്യം മനസ്സിലായി. മലയാള സിനിമയിൽ ഇനി അമ്മ വേഷം ചെയ്യാനായിട്ട് ഒരു ദാരിദ്ര്യം ഉണ്ടാവൂല. കളർ ചെയ്തിട്ട് വന്നിരിക്കണേണ്. അതൊന്ന് കളർ അയച്ചിട്ടൊന്ന് കാണണം. ഫുള്ള് നരയാണ്. അമ്മമ്മ വേഷം വരെ ചെയ്യിപ്പിക്കുന്നേ. ഈ കുട്ടികളല്ലേ ഈ പറഞ്ഞ നായകൻ? നമുക്ക് കുട്ടികളുടെ കട്ട് ചെയ്യാം. അതെന്താ? ഞാൻ ഈ അടുത്ത് കുട്ടിയുടെ ശുക്രൻ എന്ന് പറഞ്ഞ സിനിമ അത് ഞാനും കണ്ടുള്ള മുഴുനീള വേഷം. പിന്നെ ത്രൂ ഔട്ട് വേഷമല്ലേ? അതാ ഞാൻ ത്രൂ ഔട്ട് വേഷം. അല്ലല്ല, ഈ ത്രൂ ഔട്ട് വേഷം നല്ല അടിപൊളിയായിട്ട് ചെയ്ത ചെക്കൻ എന്തിനാണ് മാറ്റണത്? അല്ലെ, ഈ ശുക്രനിൽ മുഴുനീള വേഷം ആണല്ലോ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് കണ്ട് പുള്ളി പോണ സമയത്ത് ഈ സിനിമ ഡയറക്ടർ പോയി പറയാണ്, സാറേ ഈ സിനിമയിൽ ഇനി വേറെ എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ ഇതുപോലെ അഭിനയ കൊതി എന്ന് പറഞ്ഞു. ഇതുപോലെ അഭിനയ കൊതി. ഈ അഖിൽ കലവറ ഇതിനകത്തുണ്ടോ? പുള്ളി ഇതിനകത്തുണ്ടോ? കഴിഞ്ഞ ദിവസവും ഞാൻ സിനിമ കണ്ടായിരുന്നു കേട്ടോ. 250 രൂപ മുടക്കിയിട്ട് 2.5 മണിക്കൂറാണ് ഞാൻ ഈ സിനിമ കണ്ടത്. എന്നാ പിന്നെ ആ സിനിമേനെ പറ്റി ഒരു 2 വാക്കിൽ റിവ്യൂ പറയാവോ? 250 രൂപ പിഴയും 2.5 മണിക്കൂർ കഠിന തടവും. എന്താണ് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്? ആട് സൂപ്പർ ഹിറ്റ് ആർന്നേ. അതിന് ആടില് പുള്ളിയില്ലല്ലോ. അതുകൊണ്ടാ സൂപ്പർ ഹിറ്റ് ആയത്. തനിക്ക് സിനിമ എന്താണെന്നറിയാവോ? സിനിമയുടെ കഥ എന്താണെന്നറിയാവോ? തനിക്ക് കഥ ഉണ്ടാക്കാൻ അറിയാവോ? കഥ ഉണ്ടാക്കാൻ അറിയാവോന്ന് എന്റെ അടുത്ത്. ഞാൻ കഥ ഉണ്ടാക്കുന്ന കാര്യത്തില് കാലനാ. എന്റെ നാട്ടുകാരനെ വിളിക്കുന്ന അറിയാമോ? തന്തയില്ലാത്തൊന്ന് വിളിച്ചു. അത് വേറൊന്നുമല്ല, ഞാൻ എന്റെ അച്ഛനും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ കുറിച്ചൊരു കഥ ഉണ്ടാക്കി. അന്ന് നാട് വിട്ടു പോയതായിട്ട് അച്ഛൻ. ഞാൻ അങ്ങനത്തെ കഥയല്ല ഉദ്ദേശിച്ചത്. സിനിമ എന്ന് പറഞ്ഞൊരു വികാരാണ്, വികാരം. ചില സിനിമകൾ കാണുമ്പോഴാണ് എനിക്കിത് വരാറുള്ളത്. എന്നെ നാട്ടിൽ വിളിക്കുന്ന അറിയുമോ? മുച്ചൂട് ഞരമ്പാന്ന്. ഒരു രഹസ്യം പറഞ്ഞോട്ടെ, നൂൽബന്ധമില്ലാതെ കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പൊ കണ്ടിട്ടില്ല. അപ്പൊ കാണാത്തോണ്ട് ഞാൻ തനിക്ക് കാണിച്ചു തരാം. കാണണ്ടെന്ന് പറഞ്ഞ ചെവിയല്ല, കണ്ടാ പൊത്തരുത്. കിടക്കണ്ടിട്ട് നോക്കണ്ട. അപ്പൊ കാണാൻ താല്പര്യമുണ്ടല്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം മോളെ. അതെ, നൂൽബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. മേഡം എന്താ വിചാരിച്ചു ഹോട്ട് ഫിലിം എന്ന് പറഞ്ഞിരിക്കണം? ശരിക്കും ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കും. മേഡം ഒരു ഡയലോഗ് തന്നു നോക്കിയേക്ക്. ഞാൻ മണി പോലെ ഡയലോഗ് പറയും. ഡെലിവറി എങ്ങനെയാ? 10 മാസം കഴിഞ്ഞല്ലേ അത്? ഡെലിവറി നടക്കണ ആരെയും ഡയലോഗ് പറയാം. സിനിമയെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ കണ്ണീര് കഷ്ടപ്പാടുവാ. എന്തിന്? സ്വന്തം പ്രസവം വരെ സിനിമക്ക് വേണ്ടി മാറ്റിവെച്ച ആളാ ഞങ്ങളുടെ ശ്വേത ചേച്ചി. അതൊക്കെയാണ് ഡെഡിക്കേഷൻ. ആണോ? അങ്ങനെയാണെങ്കിലേ അടുത്ത ആഴ്ച ഞാൻ ആശുപത്രി പോകണമെന്ന് വന്നേക്കണേ. എന്തിന്? എനിക്ക് വയറിനൊരു ഓപ്പറേഷൻ ഉണ്ട്. 2 കൊക്കപ്പൊടികൾ കിട്ടാണ്ടിരിക്കണം. സിനിമയിൽ എടുത്തത് മേഡം അങ്ങനെ പുച്ഛിക്കരുത്. ഞാനൊരു സിനിമയുടെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരാണ് എന്റെ പുറകെ നടക്കുന്നത് അറിയുമോ? ഒന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഭക്ഷണം തരാറുള്ളൂ. കണ്ടവന്റെ എച്ചിൽ തിന്നാൻ വേണ്ടി അഭിനയിക്കാൻ പോണെന്ന് പറയരുത് കേട്ടോ. അല്ല മേഡം, എനിക്ക് മേഡത്തിന്റെ പറഞ്ഞാൽ അഭിനയിക്കൊരു അവസരം തരൂ. തനിക്ക് അവസരമൊന്നുമില്ല, താൻ പോയേ. മേഡം അങ്ങനെ പറഞ്ഞോ? താൻ പോടോ. ഒരവസരം താനേ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞത്, പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നരുത്. എന്താ മേഡം? തനിക്ക് അഭിനയിക്കാനുള്ള ഒരു കാലിബർ ഇല്ലടോ. കാലിബർ ഇല്ലെന്നോ? ഒരു ആക്ടറുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടോ, എനിക്ക് കാലിബർ ഇല്ലെന്ന്. ആക്ടറാ താനാ? തനിക്ക് ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഓഹോ, ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോന്ന്?
മേഡത്തിന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. A for action, C for concentration, T for timing, O for observation, R for ചൊറിയണ്ട മരുന്നിന്റെ റിയാക്ഷൻ. ഈ റിയാക്ഷൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, മേഡത്തിന്റെ പടത്തിൽ എന്നെ അഭിനയിപ്പിക്കാതെ മേഡത്തിന് ഞാൻ വിടൂല. ഇതെന്താ ഇത്? ഇതാണ് എന്റെ റിയാക്ഷൻ. അപ്പൊ പടത്തിന് ഷൂട്ടില്ലേ മേഡം? ഒരു കെട്ടിച്ചമച്ച കഥയായതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്റെ കഥാപാത്രം കെട്ടിച്ചമച്ചതായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എന്നാലും കുഴപ്പമില്ലല്ലേ. ഇപ്പൊ ന്യൂജൻ അമ്മമാരല്ലേ ഉള്ളത്. അല്ല, ഇന്ന് ഇവര് എല്ലാവർക്കും അറ്റാക്ക് കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു എനിക്ക് വരല്ലേ എന്താ എനിക്ക് കൊടുക്കാട്ടിരുന്നു നിങ്ങൾ പണി ഉണ്ടായിരുന്നു, മറന്നുപോയത്. അഴിഞ്ഞാട്ടമായിരുന്നു കേട്ടോ, അഴിഞ്ഞാട്ടം രണ്ടുപേരുടെ. സൂപ്പറായിരുന്നു. ഷജീറിന്റെ ആ ഒരു എന്താ പറയാ, ഒരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ ചടി റബ്ബർ സൂപ്പർ ക്യൂട്ടായി തോന്നി. അനിയത്തി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനിയത്തി റോൾ. എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മ. എനിക്ക് ഇഷ്ടപ്പെട്ട പടത്തിന്റെ പേര് ചേച്ചി ഉള്ളതുകൊണ്ട് കെട്ടിപ്പിടിച്ച കഥ. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനേ നിങ്ങളോട് ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. എപ്പോഴും ടെൻഷൻ ആയിട്ടുള്ള ഒരു ഇരിപ്പാണ് ആംബുലൻസിൽ ഇരിക്കാന്നുള്ളത്. പക്ഷെ ഇതുപോലെ ചിരിക്കേണ്ട എപ്പോഴെങ്കിലും അല്ലെങ്കിൽ രസകരമായ മൊമെന്റ്സ് വന്നിട്ടുണ്ടോ? ഞങ്ങള് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. എൻ്റെ പേര് അനു കല്യാണി എന്നാണ്. കല്യാണി ആംബുലൻസ് സർവീസ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എമർജൻസിയാണ് ഓടുന്നത്. അപ്പോൾ ഞങ്ങളോടെന്ന് പറഞ്ഞാൽ ഈ കള്ളുകൂടിയും ലഹരിയുടെ ഉപയോഗമൊക്കെ ഒരുപാട് കൂടുന്ന ആൾക്കാരെ കൂടുതലും അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങളെ ആംബുലൻസാണ് വിളിക്കാറുള്ളത് സാധാരണ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അത് ഭയങ്കര രസകരമായ കാര്യങ്ങളൊക്കെയാണ്. അവർ നമ്മളെ ആക്രമിക്കാൻ വരികയും നല്ല രീതിയിൽ ചീത്ത വിളിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു വ്യക്തി കെട്ടിയെ കൊണ്ടുപോകും. ഇപ്പം അടുത്ത ഒരു ദിവസം തന്നെ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിനെ തന്നെയാണ് ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകേണ്ട ഒരു അവസരം വന്നു. പുള്ളി നമ്മുടെ ചവിട്ടി നമ്മുടെ ആംബുലൻസിൻ്റെ ബാക്കിലത്തെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ചെയ്താലും പിന്നീട് നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവരവിടെ പോയിട്ട് അവരുടെ ലഹരി ഉപയോഗമൊക്കെ നിർത്തി വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് റിസ്കിന്റെ ഇടയിൽ ചെറിയൊരു ചിരി. അതെ അതെ, ആ തെറി വിളിച്ച് ആലോചിക്കുമ്പോൾ പിന്നെ ആലോചിക്കുമ്പോൾ ഉള്ള ഒരു ചിരി, അതാണ് ആകെയുള്ളത്. അത് നമ്മൾ അവർ തിരിച്ചു വരുമ്പോൾ നമ്മളത് പറയുമ്പോൾ അവർ നമ്മളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും മാപ്പ് പറയുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അതാ ഉണ്ടാകാറുള്ളത്. നിങ്ങളുടെ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ നിലവിൽ പൈസ കിട്ടാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ നമ്മുടെ ന്യൂസിനകത്തൊക്കെ വന്നതാണ്, ഒരു രാത്രി ഒരു 10-10:30 കൂടി ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വണ്ടി ഇടിച്ചിട്ടിട്ട് നിർത്താതെ വണ്ടി പൊക്കളഞ്ഞു. ഇടിച്ചിട്ടെന്ന് വെച്ചാൽ ദേഹത്തൂടെ കയറി വണ്ടി. അപ്പം തലയിൽ കൂടെ കയറിയോണ്ട് നമുക്ക് മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ അരമണിക്കൂറോളം റോഡിൽ കിടന്നിട്ട് ആരും എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ സഹോദരനാണ് രഞ്ജിത്ത്. അപ്പം ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ മോൻ ഹിരൺ ഹരീഷ് എന്ന് പറഞ്ഞ ആളും കൂടെ പോയി എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മുഖം തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിത് ആരാന്നറിയത്തില്ല. ഞങ്ങൾ രാത്രി 11:30 മുതൽ പിറ്റേന്ന് രാവിലെ 7 മണി വരെ ഈ ബോഡിയുടെ ആൾക്കാരെ തിരക്കി ഞങ്ങളവിടെ കുത്തിയിരിക്കുക. പക്ഷെ ആരും വന്നില്ല. പക്ഷെ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡന്റ് പറ്റി കിടന്ന് തൊട്ടിറമ്പി തന്നെയുള്ള ആളാണ്. അവര് ഇദ്ദേഹമാണെന്ന് തിരിച്ചറിയുന്നത് പിറ്റേന്ന് പകല് 11 മണിയായപ്പോഴാണ്. അങ്ങനെ നമ്മൾ ഇരുന്ന് അതിനകത്ത് ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മളെ അവരൊന്ന് വിളിക്കുവോ, നമ്മളോട് പിന്നെ നിങ്ങൾ ചെയ്തത് നന്നായി എന്നൊന്ന് പറയുമോ, നമ്മുടെ അധികൃതരോ ആരും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കത്തില്ല. അവർ നമ്മളെ തിരക്ക് പോലുമില്ല. അവർ വന്നതിന് ശേഷം അവർ ചെയ്തത് അവിടുന്ന് തന്നെ വേറെ ഒരു വണ്ടി വിളിച്ച് ഈ ബോഡി വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ ഇന്ന ആൾക്കാരാണ് കൊണ്ടുപോയെന്ന് അറിഞ്ഞിട്ട് അവർ നമ്മളോടൊരു നന്ദി വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മിക്ക ദിവസവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കത് പ്രശ്നമല്ല. അപ്പം നമ്മുടെ പണി തുടർന്നുകൊണ്ടിരിക്കും. ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ അല്ലേ, ജീവൻ ഒരിക്കലും നമുക്ക് പൈസ കൊടുത്ത് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല. അപ്പൊ സോഷ്യലി കമ്മിറ്റഡ്, അവർ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ചേച്ചി കെട്ടിച്ചമച്ച കഥയുടെ ബാക്കി തീരുമാനങ്ങൾ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ കെട്ടിച്ചമച്ച ബാറ്ററി അല്ല, അതെ, റിയൽ ബാറ്ററി ആണ്. അതെ അതെ, നമുക്ക് നോക്കാം. വാ. അതിന്റെ ഇടയിൽ പോയി ശ്രീവിദ്യനെ ഹഗ് ചെയ്യുന്നു. ഷജീറേട്ടനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോ പുള്ളി ചെയ്തത് എത്ര കിട്ടുമെന്ന് അറിയാണ്ട് വിളിച്ചത്. ഇവിടെ നോക്കാൻ സംഭവം മറ്റേ എന്ത് ഞരമ്പനെന്ന് പറഞ്ഞ നേരത്തെ ക്യാരക്ടറായിട്ട് മുച്ചൂട് ഞരമ്പൻ പോലും വെറുതെ വിടാത്ത ഫ്ലെക്സോട് ഞരമ്പൻ. ചേച്ചി പൈസ ഇട്ട് കൊടുക്ക ചേച്ചി. 32,000 രൂപ.
ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്ദിയുണ്ടേ. ഫ്ലെക്സ് ശ്രീവിദ്യക്ക് കൊടുക്കണേന്ന്. ഫ്ലെക്സ് എന്റെ വീട്ടിന്റെ ഫ്രണ്ട് വയ്ക്കാൻ പുതിയ അത് അടുത്ത് ഫ്ലാറ്റ് ശ്രീവിധിക്ക് കൊടുത്തേക്കണേ. കൊടുക്കാം